കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആയിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി കളറ് നമുക്ക് സ്ക്രീനിൽ നിന്ന് കളർ സെലക്ട് ചെയ്തെടുക്കാം. കളർ പിക്കർ എന്ന ഓപ്ഷൻ വെച്ചിട്ട് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന അതേ കളർ തന്നെ നമുക്ക് കിട്ടും. കീബോർഡിൻ്റെ ആരോ കീ ഉപയോഗിച്ചാൽ നമുക്ക് കീ ഫ്രെയിം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മുകളിലത്തെ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ആ ടൈമിങ് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ സബ്ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എൻഡ് ചെയ്യുന്നതിന് ടൈമിങ് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് പ്ലേ ചെയ്യാൻ പറ്റും. ആ മുകളിലത്തെ ബട്ടൺ ഒന്ന് സ്റ്റാർട്ടും മറ്റേത് എൻഡും ആണ്.
വാക്കുകളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കാണ്. അതുകൊണ്ട് ഈ ഇംഗ്ലീഷിലുള്ള വാക്കുകളെ മറച്ചുകൊണ്ട് നമുക്ക് മലയാളം വാക്ക് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഡ്രോയിങ് വരച്ചിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുത്താൽ മതി. ആ ടൂളൊക്കെ ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. വേറൊരു വളഞ്ഞ വഴി നമുക്കിവിടെ ഉപയോഗിക്കാം. അതിന് ക്ലിപ്പ് സബ്ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ എടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ പടം വരയ്ക്കാനായിട്ടൊരു എക്സ്ട്രാ ലൈൻ വേണം. ആ ലൈനിൽ വേണം നമ്മളുടെ ഈ ഡ്രോയിങ് കോഡുകൾ വരുന്നത്. അപ്പോൾ ഇതിലൊരു ലൈൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആ കോഡ് വരുത്താം. ക്ലിപ്പ് സബ്ടൈറ്റിൽ എടുത്ത ശേഷം അവിടെ ഡ്രോ എ ഫ്രീ ഹാൻഡ് ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടും, ഒരു ഡ്രോയിങ് കിട്ടും. ഇത് സബ്ടൈറ്റിലിനെ ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ നമുക്ക് ആ ഡ്രോയിങ്ങിൻ്റെ കോഡ് അവിടെ നമുക്ക് കിട്ടി, ആ ഡ്രോയിങ് കമാൻഡ്സ്. അപ്പോൾ അവിടെ ക്ലിപ്പ് എന്നുള്ള അത് മാറ്റിയിട്ട് ഡ്രോയിങ്ങിൻ്റെ കമാൻഡ് ആക്കുകയാണെങ്കിൽ നമ്മൾ വരച്ചത് ഒരു ഡ്രോയിങ് ആയി മാറും. അപ്പോൾ അതിന് P1 എന്ന് കൊടുക്കുക, അവിടെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി ഇതിനെ മൂവ് ചെയ്യണം. മൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഹാൻഡിൽ സ്ക്രീനിൽ കാണാൻ പറ്റുമെങ്കിൽ കൊള്ളാം. ചിലപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടും. അപ്പോൾ അവിടെ സ്ക്രീനിലുണ്ട് അതിൻ്റെ ഹാൻഡിൽ. അപ്പോൾ ആ ഹാൻഡിൽ വെച്ചിട്ട് പിന്നെ മൂവ് ചെയ്ത് അതിനെ മറയ്ക്കുക. ഇനി അതിനൊരു ബ്ലാക്ക് കളർ കൊടുത്താൽ മതി. ഇനി ആ ടെക്സ്റ്റ് മുകളിൽ വരാനായിട്ട് അതിൻ്റെ ആ ലെയറിന് ഒന്നെന്ന് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് മുകളിൽ വരും.